ഗുഡ് മോർണിംഗ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നിങ്ങൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പുതിയ ഒന്നിന് എസ് ഐ ആർ ഫോം എല്ലാവരും തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 4 പക്ഷേ അത് 11 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഫില്ല് ചെയ്ത് കൊടുക്കാത്തവരും 11 മുമ്പ് എങ്ങനെയാലും കൊടുക്കുക, ഇല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടിലാവും ഫോം കൊടുത്തിട്ടില്ലെങ്കിൽ. പിന്നെ ഈ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, BLOമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്നാലും ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോമിൽ വലതുവശത്ത് ഏറ്റവും മുകളിൽ വലതുവശത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇലക്ഷൻ ID നമ്പർ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, വൈഫിൻ്റെ പേര്, അവരുടെ ID പ്രൂഫിൻ്റെ ഇലക്ഷൻ ID നമ്പർ കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുത്ത് ഫില്ലപ്പ് ചെയ്യുക. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ, താഴത്തെ 2 കോളമുണ്ട്, ഇടതുവശത്തും വലതുവശത്തും. ഇടതുവശത്തെ കോളത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2002 SIR ലാസ്റ്റ് വന്നേക്കുന്നത്. 2002 ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ ആദ്യമേ അത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യാൻ ലിങ്ക് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ BLOയോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയച്ചു തരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക. എങ്ങനെയാണ് നിങ്ങൾ പേര് സെർച്ച് ചെയ്യുക വെച്ചാൽ, നിങ്ങൾ എവിടെയാണോ വോട്ട് ചെയ്തിരുന്നത്, ഏത് നിയോജക മണ്ഡലത്തിലാണോ, ഏത് ബൂത്തിലാണോ നോക്കി വെരിഫൈ ചെയ്താൽ അതിൽ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നിങ്ങളുടെ ബൂത്ത് നമ്പർ, അസംബ്ലി മണ്ഡലത്തിൻ്റെ നമ്പർ, സീരിയൽ നമ്പർ, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കിട്ടും. ആ ഡീറ്റെയിൽസ് വേണം 2002 അതായത് ആ ഫോമിൻ്റെ താഴത്തെ 2 കോളത്തിലെ ഇടതുവശത്തെ കോളത്തിൽ ഫില്ലപ്പ് ചെയ്യാൻ. മിക്കവാറും തന്നെ 2002 നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ ഒരു 38-39 വയസ്സുള്ളവർക്കൊന്നും ആ കോളത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം അന്ന് അവർക്ക് വോട്ടവകാശം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഉള്ളവർ 2002 ഫോമിൽ ഫില്ലപ്പ് ചെയ്യുക. ഇനി നിങ്ങളുടെ പേര് ഒരുപക്ഷെ നിങ്ങൾ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത കോളം വലതുവശത്തുള്ള കോളത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ അത് എവിടെയാണ് അവർ വോട്ട് ചെയ്ത് ആ ബൂത്തിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൽ കാണുന്ന ഡീറ്റെയിൽസ് ഇതിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കും ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ 2002 നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അടുത്ത കോളം ഫില്ല് ചെയ്യേണ്ട. അതില്ലെങ്കിൽ ആദ്യത്തെ താഴത്തെ ഇടതുവശത്തെ കോളം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, അടുത്ത കോളം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.